കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ ഇന്ന് ഏത് രൂപത്തിലാണ്, ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് നമ്മളെ ഭക്തരെ കാണാനായിട്ട് കാത്തിരിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഗണപതി അമ്പലത്തിൽ പോയിട്ട് ഗണേശനെ കണ്ട് വന്നിച്ച് ആ വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം, മുട്ടൊക്കെ അറുക്കാം. അതിനുശേഷം നമുക്ക് നേരെ ഗോപുരവാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ നമ്മൾ ആ വാതിൽപ്പടിയുടെ അവിടെ തിന്ന് ഉദയാസ്തമന പൂജയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വഴുകി. ഓരോ പൂജകളും എന്താ പറയുക, നിഴലിന് 12 അടി നേരത്ത് ചെയ്യേണ്ട പന്തീരടി പൂജ എന്ന് ചെയ്തിട്ട് 12:30 ഒക്കെ ആയി. അപ്പോൾ ഓരോ സമയമാണ് ഉദയാസ്തമന പൂജയുടെ ആ ഒരു അവസ്ഥയാണ്. അതുണ്ടാകുമ്പോൾ സമയം വഴുകും. പിന്നീട് ആണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചപൂജയായി. ഉച്ചപൂജ കഴിഞ്ഞു, ഇപ്പം അടച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നടപ്പ് അടച്ചിട്ടേ ഉള്ളൂ. അത്രയും തിരക്കായിരുന്നു, നല്ല തിരക്ക് തന്നെയായിരുന്നു. ഈ എത്ര ആളുകളോട് പറഞ്ഞാലും ഭക്തരോട് പറഞ്ഞാലും ഈ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞ ആരും അത് ശ്രദ്ധിക്കാറില്ല. ഇവിടെ വന്നിട്ട് പിന്നെ കാണാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയും. അതവിടെ അടയ്ക്കേണ്ട കാര്യങ്ങളും പൂജാ സമയങ്ങളും ഒക്കെ ഓരോരോ പ്രശ്നങ്ങളല്ലേ. അപ്പോൾ എത്ര ആളുണ്ടായാലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് തൊഴാൻ പോവുക. അങ്ങനെ നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. ഇടത്തോട്ട് നോക്കിയിട്ട് വലതുവശത്തേക്ക് നോക്കിയിട്ട് തൂണൊന്ന് നോക്കിയിട്ട് തൊഴാം. അങ്ങനെ ആ സൈഡിലൂടെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്ത് നിന്ന് നല്ല രസമായിട്ടുള്ള ആ രൂപമാണ്. വളരെ കേമമായിട്ടാണ് ആ രൂപം ചാർത്തിയിട്ടുണ്ട്. ഇന്ന് മുൻ മേൽശാന്തി ശ്രീനാഥോദിക്കനാണ്, പൊട്ടക്കുഴി ശ്രീനാഥോദിക്കനാണ് കളഭാലങ്കാരം ചെയ്തിട്ടുള്ളത്. കക്കാട് വ്യാസോദിക്കനാണ് ഉച്ചപൂജ ഉണ്ടായിട്ടുള്ളത്. വളരെ മനോഹരമായ ആ ഒരു ശ്രീലകത്തെ രൂപമാണെന്ന്. ദാമോദര സ്വരൂപത്തിലാണ്. അതും ദാമോദര സ്വരൂപം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉരുളാണ്. പുറകിലിങ്ങനെ അത് കാണാം. അതിൻ്റെ മുന്നിൽ കയ്യിൽ വെണ്ണ കൊടുത്തിട്ടുണ്ട് യശോദാമ്മ. എന്നിട്ട് കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഉരലിങ്ങനെ വേറെ കാണാണ്ട് ചെറിയൊരു ഉരുള, വലിച്ചു പോകാൻ പറ്റുന്ന ഉരലാണ്. ആൾ എന്തായാലും അതൊന്നൊക്കെ പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ആ വെണ്ണ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കഴിക്കാനുള്ള വെണ്ണ കഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലിങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ നോക്കിയിട്ട് എൻ്റെ കയ്യിൽ വെണ്ണ ഉണ്ട്, ആർക്കൊക്കെ വേണ്ടേ വന്നോളൂ തരാം എന്ന് പറഞ്ഞിട്ടാണ്. എത്ര തിരക്ക് കൊണ്ടിട്ടാണ് നിങ്ങളൊക്കെ വരുന്നത്, നിങ്ങൾക്ക് ഞാൻ വെണ്ണ തരാട്ടോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദാമോദര സ്വരൂപമാണ് ഇന്നിപ്പോൾ കാണാനുള്ളത്. വെണ്ണയുണ്ട്, വെണ്ണ കഴിക്കുന്ന പൊന്നുണ്ണിയായിട്ടാണ്. കാൽപാദങ്ങൾ, കാൽവളകൾ കാണാനുണ്ട്. ഇരിക്കുകയാണല്ലോ, കൈവളകൾ കാണാനുണ്ട്. അതുപോലെ കിങ്ങിണി, അരയിലെ കിങ്ങിണിയുണ്ട്. ചെറിയൊരു കുമ്പ കാണാനുണ്ട്. നേദ്യമൊക്കെ കഴിച്ചിട്ട് വെണ്ണയൊക്കെ കഴിച്ച് നല്ല വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ മാങ്ങാമാല കാണാനുണ്ട്, വളയം പോലത്തെ ഒരു മാല ഉണ്ട്. പിന്നെ ഗോപീ തിലകം ചാർത്തിയിട്ടുണ്ട്. മാറത്തുമുണ്ടൊരു ഗോപീ തിലകം. തിരുമുടിമാല ഉണ്ട്, തിരുമുടി കെട്ടിയിട്ടുണ്ട്. 2 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. അതുപോലെ വെളുത്ത പൂവ് കൊണ്ടുള്ളൊരു ഉണ്ടമാല ഉണ്ട്. അതേപോലെ തെച്ചി കൊണ്ടുള്ളൊരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലകളാണുള്ളത്. വിധാനമായിട്ട് 4 തുളസിമാലകളും താമരയും കൂടിയ മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് മേലെ. ആകെ ആ ചെറിയ ആ വിഗ്രഹം മുഴുവൻ നിറച്ചും അലങ്കാരമായിട്ടാണ്. ആ പൂക്കളും കളവും എല്ലാം കൂടിയുള്ള അലങ്കാരമായിട്ടാണ്. വളരെ കേമമായിട്ടാണ് ചാർത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചപൂജ അത് നട അടച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും, നമ്മളിപ്പോൾ എല്ലാവരെയും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിന് മുൻപിലാണ്. ആ സോപാനപ്പടിയിൽ നിന്ന് നമ്മളെല്ലാവരും തൊഴുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം എല്ലാവരും കാണുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം
വാങ്ങുക, എന്നിട്ട് പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് സോപാനപ്പടിയിൽ നിന്ന്. അങ്ങനെ ഇറങ്ങുമ്പോൾ ആ അഗ്നികോണിലേക്കൊക്കെ നോക്കി, അതേപോലെ തിടപ്പള്ളിയിൽ നോക്കി, തിടപ്പള്ളിയിലേക്കൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ സപ്തമാതാക്കളെയൊക്കെ തൊഴുത് നേരെ ആ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വന്നാലോ, ചെണ്ടുമല്ലിമാലയൊക്കെ ഉണ്ട് ചാർത്തിയിട്ട്. ചെണ്ടുമല്ലിമാല ഉണ്ട്, അതേപോലെ താമരമാലയൊക്കെ ഉണ്ട്. ഇന്ന് നല്ല അലങ്കാരമായിട്ടാണ് ചാർത്തിയിട്ടുള്ളത്. നിറയെ പൂക്കൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന അർച്ചന ഒക്കെ ചെയ്തിട്ടുള്ള വിഘ്നേശ്വര സ്വരൂപമാണ് കാണാനുള്ളത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അവിടെ നോക്കി തൊഴുതു, ഏത്തൊക്കെ ഇട്ടു. പിന്നെ തിരിഞ്ഞ് സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. അവിടെയുണ്ട് ചെണ്ടുമല്ലിമാല. അപ്പോൾ നല്ല വലിയ ചെണ്ടുമല്ലിമാല ഇങ്ങനെ കാണാണ്ട്. പിന്നെ ഒരു മുട്ടുമാല ഉണ്ട്, പിന്നെ തുളസിമാല ഉണ്ട്. അങ്ങനെ 3 മാലകൾ സരസ്വതി ദേവിക്ക് ചാർത്തിയിട്ടുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് തൊഴുത് നമ്മളിങ്ങനെ പോരുമ്പോൾ ചെറിയ ഗണപതിനെ കാണാം. അവിടെയുണ്ട് മാലകളൊക്കെ ചാർത്തിയിട്ട് ഇങ്ങനെ. പിന്നെ ബാക്കി ദശാവതാര വിഗ്രഹങ്ങൾ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെ മേൽശാന്തിരിക്കുന്ന അതുവറ്റുള്ള സ്ഥലങ്ങളിൽ കാണാം. അങ്ങനെ മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി അനന്തശായിയായ അനന്തപത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അവിടെ 2 വലിയ മാലകൾ ഉണ്ടാക്കിയിട്ട് ബ്രഹ്മാവിനും ലക്ഷ്മി ദേവിക്കും ചാർത്തിയിട്ടുണ്ട്, വെളുത്ത പൂവ് കൊണ്ടുള്ളത്. പിന്നെ വിധാനമായിട്ട് മേലെ തുളസിമാലയും താമരമാലയും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ലക്ഷ്മി വിളക്കിൽ നിറച്ച് നെയ്യൊഴിച്ച് ദീപം ഇങ്ങനെ തെളിഞ്ഞ് കത്തി നിൽക്കുന്നു. അവിടെ തൊഴുത് നമ്മൾ ശ്രീകോവിലിന് പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. വീണ്ടും നമ്മൾ ദശാവതാര വിഗ്രഹങ്ങൾ, ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ കണ്ടിങ്ങനെ വന്ന് കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോഴോ ചെറിയ കൃഷ്ണ വിഗ്രഹം നിറച്ച് മാലകളാണ്. അവിടെയുണ്ട് ചെണ്ടുമല്ലിമാല. എന്നാൽ ഏതോ ഭക്തൻ കൂടുതൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചെണ്ടുമല്ലിമാല. എല്ലായിടത്തും ചെണ്ടുമല്ലിമാല ഉണ്ട്. അത് കഴിഞ്ഞാൽ മുരുകനും ഉണ്ട് ചാർത്തിയിട്ട്, ധാരാളം മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വെറ്റിലമാല ഉണ്ട്, പിന്നെ ചെണ്ടുമല്ലിമാല ഉണ്ട്. അങ്ങനെ നിറയെ മാലകളാണ്. കുങ്കുമമുണ്ട്. പിന്നെ എല്ലാ വിഗ്രഹങ്ങൾക്കും മാലകൾ കൊണ്ട് അലങ്കാരം ധാരാളമുണ്ട്. അങ്ങനെ അവിടെ തൊഴുതു. പിന്നെ രാധാകൃഷ്ണ വിഗ്രഹം കണ്ടു. അതൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ എത്തി. ഓവിൽ ഇന്ന് തീർത്ഥം വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ എടുത്ത് വേണ്ടവർക്കൊക്കെ കുടിക്കാട്ടോ. അങ്ങനെ മേലൊക്കെ ഇതാക്കാം. കാരണം നട അടയ്ക്കുന്ന ഈ ഉദയാസ്തമന പൂജ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് തൊഴുതു. അത് കഴിഞ്ഞ് ഗ്രില്ലിന് അപ്പുറത്ത് കിടന്ന നമ്മൾ താമരക്കണ്ണൻ ഇപ്പോൾ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോറൽ പെയിൻറ്റിങ്ങിനൊക്കെ പുതിയ അവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ തന്നെ അവിടെ വന്നിട്ട് സേവനത്തിലൂടെ നട അടയ്ക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താമരക്കണ്ണനൊക്കെ ഇനി പുതിയ ഒരു ഇതിലായിട്ട് വരും. അതേ കളർ തന്നെ, ഒന്നും കൂടി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ കണ്ട് തൊഴുക. അതുപോലെ മണിക്കിണർ നോക്കി തൊഴാം. നൃത്ത അറയിലേക്ക് നോക്കിയിട്ട് തൊഴാം. നമ്മുടെ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അവിടെ നോക്കി തൊഴുക. വീണ്ടും കുറൂരമ്മേനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം പ്രസാദ കൗണ്ടറിൽ നിന്ന് ആ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മൾ എടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഫെബ്രുവരി 7 എടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ താലപ്പൊലിയാണ്, ദേവസ്വം താലപ്പൊലിയാണ്. എല്ലാ ഭക്തരും അത് ശ്രദ്ധിച്ചോളൂ. ഫെബ്രുവരി 7 അടുത്തു തുടങ്ങി. ഇന്നിപ്പോൾ 24 കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അതേവരെയും വൈകുന്നേരം രാത്രി ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു വീഡിയോയിൽ. ഇപ്പോൾ നമ്മൾ എടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ അവിടെ ഇതേമാതിരി ചെണ്ടുമല്ലിമാലയൊക്കെ ഉണ്ട്, നിറയെ മാലകളുണ്ട്. അർച്ചന ചെയ്ത ഇതൊക്കെ കാണാണ്ട് പൂക്കളൊക്കെ ഉണ്ട്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുതു അവിടുന്ന് സൈഡിലേക്ക് ഇങ്ങോട്ട് മാറി നിന്നിട്ട് മമ്മിയൂരപ്പൻ്റെ ഫോട്ടോ കാണാം. മമ്മിയൂരപ്പനെ
കണ്ട് പ്രാർത്ഥിക്കുക, സ്മരിച്ച് നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ആ പ്രദക്ഷിണം കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ കൊടിമരം കാണാം. അങ്ങനെ ആ വഴിയിലൂടെ ഇങ്ങനെ വരാം. കുറച്ച് നേരം നേരെ കൊടിമരം വഴിയാണ് വിട്ടിരുന്നത്. തിരക്ക് കൂടുതലായപ്പോൾ ഉച്ചപൂജയ്ക്ക് ശേഷം കൊടിമരം വഴിയാണ്. അതുകൊണ്ട് ഇന്ന് വരുന്ന ആളുകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും. രാവിലെ വലിയ കുഴപ്പമില്ല. അതിന് ശേഷം എന്താ വെച്ചാൽ 5 മിനിറ്റ് അടയ്ക്കും, 10 മിനിറ്റ് തുറക്കും, അങ്ങനെയാണല്ലോ. അത് കാരണം കൊണ്ടാണ്. എന്തായാലും നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നമസ്കരിച്ചു. അവിടെ നിന്ന് ഒന്നുകൂടി ആ ഭഗവാനെ ദാമോദര സ്വരൂപത്തെ, ആ ദാമോദര ലീല ഒന്നുകൂടി കണ്ടു തൊഴുതു. വീണ്ടും കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ട് കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴുതു. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെയുണ്ട് ചെണ്ടുമല്ലിമാല. ഇന്ന് മൊത്തം ചെണ്ടുമല്ലിമാലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെണ്ടുമല്ലി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അയ്യപ്പസ്വാമീനെ കണ്ടു തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് ആ പടിഞ്ഞാറ് നടയിലേക്ക് എത്തുകയാണ്. പടിഞ്ഞാറ് നടയിലെത്തിയിട്ട് ആ ദീപസ്തംഭത്തിലെ കണ്ണനെയും കൊടിമരത്തിലെ കണ്ണനെയൊക്കെ കണ്ട് തൊഴുക. അപ്പോൾ എല്ലാവരും ഇന്നും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട് ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതു. മനസ്സിലേക്ക് അങ്ങനെ അങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ എത്തിയ ആ ഒരു പ്രതീതി ഉണ്ടാവും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവരും ആ ഗുരുവായൂരപ്പനെ കണ്ടോളൂ. പറ്റാവുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഗ്രൂപ്പുകൾക്കും മറ്റ് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരിലേക്കും നമ്മളെ ഈ വോയിസ് എത്തും. അവർക്ക് ഗുരുവായൂർ വന്ന പ്രതീതി ഉണ്ടാവും. എല്ലാവരെയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കടാക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ.